ഹരേ കൃഷ്ണ. ഈശ്വരനോട് ശരിയായ ഭക്തി, വിശ്വാസം എന്നിവ ഉണ്ടെങ്കിൽ സങ്കടങ്ങളെ നിസ്സാരമായി തരണം ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ? ഭൗതിക ജീവിതത്തിൽ ഈശ്വര ഭജനം കാര്യസാധ്യത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയതയിലേക്കൊന്ന് കടക്കണം. എങ്കിലും ഭൗതികമായ കടമ്പ കടന്നേ തീരൂ. ദേഹം ഭൗതികമാണല്ലോ. ഭൗതിക മനസ്സ് ചഞ്ചലമാണ്. അത് ആരുടെയാണെങ്കിലും മോഹിച്ചും മോഹിപ്പിച്ചും കൊണ്ടേയിരിക്കും. ശുദ്ധമായ ആത്മീയമായ ഒരു മനസ്സുണ്ടാകണം. എങ്കിൽ അപ്രകാരമുള്ള ഊർജവും മുജ്ജന്മ സുഹൃതവും നമ്മിലുണ്ടാകണം. ആത്മപരിശോധന നടത്തി നോക്കുക. ഭക്തി, വിശ്വാസം, കർമ്മം, വാക്കുകൾ ഇതെല്ലാം അടങ്ങിയ നമ്മുടെ സ്വഭാവം ശരിയാണോ എന്ന്. നാം ഭക്തനാണെങ്കിലും സാധകനാണെങ്കിലും കർമ്മിയാണെങ്കിലും മനസ്സിൽ പരദ്രോഹ ചിന്ത, സ്വാർത്ഥത, അസൂയ, കോപം, കാമം തുടങ്ങിയ ദുർഗുണങ്ങൾ മതിക്കുന്നുവെങ്കിൽ മുജ്ജന്മപരമായ അതേ ഊർജത്തിന്റെ വലയത്തിലാണ് നാം എന്ന് തിരിച്ചറിയുക. നമ്മെ തിരുത്താൻ നമുക്കേ സാധിക്കൂ. ദേഹമാകുന്ന കൂടാരത്തിലിരിക്കുന്ന ഈശ്വരാംശമായ ആത്മാവിന് മനസ്സിന്റെ കളങ്കം തന്നെയാണ് ശത്രു. തന്റെ ജന്മാജന്മങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും തന്നെ ദോഷമാകുന്ന അജ്ഞാന മനസ്സിന് തിരിച്ചറിവിന്റെ വെളിച്ചം നൽകാൻ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.